പാവയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതിനായി ഒരു വലിയ പാവയ്ക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ നെടുകെ മുറിച്ച് ഇതിനകത്തെ കുരു ആദ്യം എടുത്ത് കളയണം. അതിനുശേഷം ഇതുപോലെ 1 ഇഞ്ച് നീളമുള്ള വലിയ കഷ്ണങ്ങളായി മുറിക്കണം. അത് നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞിടണം. എല്ലാം അരിഞ്ഞതിന് ശേഷം ഇതിനെ ഒരു പാത്രത്തിലേക്കാക്കി കുറച്ച് തേങ്ങ അരിഞ്ഞത്, ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ അരിഞ്ഞത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒരു 5 6 പച്ചമുളക് നെടുകെ കീറിയത് ഇതിനകത്തേക്കിടാം. 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അല്പം വെള്ളം ഒഴിക്കണം. ഒത്തിരി വെള്ളം വേണ്ട, ജസ്റ്റ് ഒരു നനവ് മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 4 മിനിറ്റ് നമുക്കൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അതിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ പാവയ്ക്ക നമുക്കതിലേക്കിട്ട് സാവകാശം വറുത്ത് എടുക്കാം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു പാകത്തിനോ അല്ല ഇതിന് മൂക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വറുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മൂക്കും. ആവശ്യത്തിന് മൂപ്പ് എത്തുമ്പോൾ നമുക്കിത് വാങ്ങി പാത്രത്തിലേക്ക് വിളമ്പി വയ്ക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.